എല്ലാവർക്കും ലണ്ടൻ വിശേഷത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് നമുക്ക് വളരെയധികം സങ്കടകരമായിട്ടുള്ള വാർത്തകൾ മാത്രമാണ് നാട്ടിൽ നിന്ന് കേൾക്കാനുള്ളത്. നമ്മൾ ഷിരൂരിൽ കർണാടകയിൽ വെച്ചിട്ട് ലാൻഡ് സ്ലൈഡിങ്ങിൽ അകപ്പെട്ടു പോയ അർജുനന്റെ കാര്യങ്ങളായിരുന്നു ആദ്യത്തെ വാർത്ത. അതിനുശേഷം നമ്മുടെ വയനാട്ടിലെ ഉരുൾപൊട്ടി ഒരു ഏരിയ മുഴുവനായിട്ടും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടകരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. മരണനിരക്കൊന്നും ഇതുവരെയായിട്ടും അക്കൗണ്ടബിൾ ആയിട്ടില്ല. എത്ര കുടുംബങ്ങൾ നഷ്ടപ്പെട്ടു, എത്ര കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഗവൺമെന്റ് സോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നഷ്ടപ്പെട്ടവർക്കും അതുപോലെ തന്നെ ഈ അപകടത്തിൽ അനാഥരായ കുഞ്ഞുങ്ങൾക്കും എല്ലാവരുടെയും സങ്കടങ്ങളിൽ നമ്മൾ മലയാളി എന്നുള്ള രീതിയിൽ വിദേശത്തുള്ളവരാണെങ്കിലും നാട്ടിലുള്ളവരാണെങ്കിലും എല്ലാവരും ഭയങ്കരധികം ദുഃഖത്തോടുകൂടി കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം, ഒരു ആഴ്ചകളാണ് ഇതെല്ലാം. അപ്പൊ ഈ 1-2 കാര്യങ്ങളെ മുൻനിർത്തിയിട്ട് നമ്മുടെ മലയാളികളുടെ ചിന്താഗതികൾ മാറ്റേണ്ടതായിട്ടുണ്ടോ? മലയാളി മാറി ചിന്തിക്കുമോ? ഇങ്ങനെയുള്ള അത്യാഹിതങ്ങൾ ഉണ്ടായിട്ടാണെങ്കിൽ പോലും മലയാളി നിയമങ്ങൾ മാറ്റുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ തികച്ചും വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് ഈ പറയുന്നത്. ശരിക്കും ഇതിനെ രാഷ്ട്രീയപരമായിട്ടോ പരമായിട്ടോ അല്ലെങ്കിൽ ജാതീയപരമായിട്ടോ ഒന്നും കാണേണ്ടതായിട്ടില്ല. സിബി എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഈ അപകടങ്ങൾ കാണുമ്പോൾ, ഒന്നിന്റെ പുറകെ ഒന്നായിട്ടുള്ള അപകടങ്ങൾ കാണുമ്പോൾ ഉള്ളിൽ തോന്നുന്ന കാര്യങ്ങൾ ഞാൻ നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം. അപ്പോൾ നഷ്ടപ്പെട്ടവർക്ക് എല്ലാവരെയും ഓർത്തുകൊണ്ട് നമ്മൾ ലണ്ടൻ വിശേഷങ്ങളിലെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം തന്നെ പല സോഷ്യൽ മീഡിയ ആണ് എല്ലാവരും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഞാനും ഇപ്പൊ ഈ ചാനലിൽ തുടങ്ങി ഇങ്ങനെ വീഡിയോസ് ഒക്കെ ഇടുന്നത് സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ടാണല്ലോ. അപ്പോൾ നമ്മുടെ അഭിപ്രായങ്ങള് അല്ലെങ്കിൽ നമുക്ക് സമൂഹത്തിന് നന്മ വരുന്ന കാര്യങ്ങൾ എങ്ങനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാം എന്നുള്ളതിന്റെ ഏറ്റവും എളുപ്പമുള്ള ഒരു മാർഗം സോഷ്യൽ മീഡിയ തന്നെയാണ്. ഈ സോഷ്യൽ മീഡിയനെ 2 രീതിയിലും, നല്ല രീതിയിലും നമുക്ക് മോശം രീതിയിലും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇപ്പോൾ വരുന്ന ഒരു കുറച്ച് ദിവസങ്ങളായിട്ട് കണ്ടുവരുന്ന ഒരു പ്രവണതയെക്കുറിച്ച് സംസാരിക്കണമെന്ന് തോന്നി. അപ്പോൾ ഫസ്റ്റിലെ തന്നെ ഞാൻ പറയട്ടെ, ഇതിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു അർത്ഥവും നിങ്ങൾ ആരും കാണേണ്ടതില്ല. നമ്മുടെ വയനാട്ടില് കുറേ അധികം പേർക്ക് വീടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവരെല്ലാവരും ഇപ്പോൾ ജീവനുള്ളവര് ആശുപത്രികളിലും അതുപോലെ തന്നെ സ്വന്തമായിട്ട് ആരോഗ്യപരമായിട്ട് രക്ഷപ്പെട്ടിരിക്കുന്നവര് ക്യാമ്പുകളിലുമാണ് താമസിക്കുന്നത്. ഇവർക്ക് വേണ്ട സഹായങ്ങള് ഗവൺമെന്റ് സംവിധാനങ്ങൾ എന്ന് പറയുന്നത് എല്ലാ മലയാളികൾക്കും അല്ലെങ്കിൽ എല്ലാ ഇന്ത്യക്കാർക്കും എല്ലാ രാജ്യത്തുള്ളവർക്കും അറിയുന്ന ഗവൺമെന്റ് സംവിധാനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട സംവിധാനമാണ്. അപ്പോ അതിനെ നമ്മൾക്ക് ഫസ്റ്റ് പ്രയോറിറ്റി ആ ഒരു സെറ്റപ്പിനാണ്. ആ ഒരു ക്യാമ്പയിനുകളൊക്കെ കാണാൻ ഇടയായി. ഞാൻ നേരിട്ടേ നൽകുന്നുള്ളൂ, ഞാൻ 3 വീട് വെച്ച് നൽകും, ഞാൻ 100 വീട് വെച്ച് നൽകും. ഒരു മുതലാളി പറഞ്ഞു 100 വീട് വെച്ച് നൽകും എന്ന് പറഞ്ഞു. ഒരു മുതലാളി പറഞ്ഞു 10 വീട് വെച്ച് നൽകുന്നു. ഇനി കുറെ പത്രസ്ഥാപനങ്ങൾ കുറെ സാധനങ്ങൾ കളക്ട് ചെയ്ത് അവിടെ കൊണ്ടുവന്ന് കൊടുക്കും എന്ന് പറഞ്ഞു. എല്ലാം നല്ലതാണ്, കടകൾ കൊടുക്കുന്നുണ്ട്, നല്ലതാണ്. കാരണം ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്ത ഒരവസ്ഥയിലാണ് നമ്മുടെ സഹോദരങ്ങൾ അവിടെ ഉള്ളത്. അപ്പൊ അവർക്ക് എന്തൊക്കെ നമുക്ക് നൽകാൻ സാധിക്കുമോ അതെല്ലാം നൽകുക. അത് നേരിട്ട് നൽകാനാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ നേരിട്ട് നൽകുക, പണമായിട്ട് നൽകാനാണെങ്കിൽ പണമായിട്ട് നൽകുക. എന്ത് നൽകിയാലും നമുക്ക് അതിനനുസരിച്ച് നമുക്ക് സഹായങ്ങൾ നമുക്ക് വീണ്ടും വീണ്ടും കിട്ടിക്കൊണ്ടേയിരിക്കുകയുള്ളൂ. കാരണം നമുക്കെല്ലാവർക്കും ജോലി ചെയ്യാനുള്ള ആരോഗ്യമുണ്ട്, നമുക്ക് ഒരു ജോലിയുണ്ട്, നമുക്കുടെ ചുറ്റുപാടും നമ്മളോട് സമാധാനിപ്പിക്കാനായിട്ട് നമ്മുടെ ഉറ്റവരും ഉടയവരുമുണ്ട്. ഇതെല്ലാം നഷ്ടപ്പെട്ട ഒരു കൂട്ടം സമൂഹത്തിന്റെ അടുത്ത് ഞാൻ നേരിട്ട് തരാം, ഞാൻ അങ്ങനെയാ നൽകുള്ളൂ, ഞാൻ ഇങ്ങനെയാ നൽകുള്ളൂ ഒന്നും പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എന്ത് നൽകാൻ മനസ്സിൽ ആഗ്രഹമുണ്ടോ നിങ്ങൾ അത് നൽകുക. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഈ ക്യാമ്പുകളിലൊക്കെ താമസിക്കുന്ന വ്യക്തികൾ, അതുപോലെ തന്നെ ആശുപത്രികളിൽ താമസിക്കുന്ന വ്യക്തികൾ, കുഞ്ഞുങ്ങളുണ്ട്, അച്ഛനമ്മ ഇല്ലാത്ത കുട്ടികളുണ്ട്, അപ്പൂപ്പന്മാരുണ്ട്, ഭർത്താവ് നഷ്ടപ്പെട്ട സ്ത്രീകൾ നഷ്ടപ്പെട്ട പിതാക്കന്മാരുണ്ട്, അച്ഛനുണ്ട്. ഇവരുടെ എല്ലാവരുടെയും ആശ്രയം എന്നുള്ളത് ഇപ്പോഴത്തെ കണ്ടീഷനിൽ ആരായിരിക്കും?
നിങ്ങളൊന്ന് സ്വയം ചിന്തിച്ചു നോക്കും. നമുക്ക് എല്ലാവർക്കും ഉള്ള ഉത്തരവാദിത്തം പോലെ തന്നെ ഒരു പൗരൻ എന്നുള്ള രീതിയിൽ നമുക്ക് എല്ലാവർക്കും ഉത്തരവാദിത്തങ്ങളുണ്ട്. നമ്മുടെ സഹോദരങ്ങളെ നമുക്ക് പുനരധിവസിപ്പിക്കണം എന്നുള്ളത്. അതിലും കൂടുതലായിട്ട് ഉത്തരവാദിത്തമുള്ള ഒരു വലിയൊരു സമൂഹമാണ് നമ്മൾ ജയിപ്പിച്ചു വിട്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുമുള്ള ഒരു സിസ്റ്റമുണ്ട്. ആ സിസ്റ്റത്തില് ഉന്നത പൊസിഷനുകളിൽ ഇരിക്കുന്ന വ്യക്തികൾ എക്സ് ഓർ വൈ, അതില് രാഷ്ട്രീയം നിങ്ങൾ നോക്കേണ്ടതായിട്ടില്ല. ആ കസേരയിൽ ഇരിക്കുന്ന മുഖ്യമന്ത്രിയാണെങ്കിൽ മുഖ്യമന്ത്രി, പ്രധാനമന്ത്രിയാണെങ്കിൽ പ്രധാനമന്ത്രി. ഇപ്പോൾ നമുക്ക് അവിടെ ആക്സിഡന്റ് ഉണ്ടായി, ഇങ്ങനെ ഒരു ലാൻഡ് സ്ലൈഡിങ് നടന്നു, നമുക്ക് പട്ടാളം വന്നില്ലേ? ആ പട്ടാളം എന്ന് പറയുന്നത് നമ്മുടെ സുരക്ഷയ്ക്ക്, ജനങ്ങളുടെ സുരക്ഷയ്ക്ക്, ജനങ്ങളുടെ ടാക്സ് കൊണ്ട് ജനങ്ങൾ നൽകുന്ന ഇതിൽ നിന്ന് എക്യുപ്മെന്റ്സും സാധനങ്ങളും വാങ്ങി ജനങ്ങൾക്ക് വേണ്ടിയിട്ട് വർത്തിക്കുന്ന ഒരു വലിയൊരു സംഭവമാണ്. അപ്പോൾ പട്ടാളം എത്തിയതും പട്ടാളം സഹായിച്ചതും ഒക്കെ നമ്മൾ സ്മരിക്കുകയാണ്. നമ്മളിപ്പോ പറഞ്ഞു വന്ന കേസില് ആശുപത്രികളിൽ കുറെ പേര് താമസിക്കുന്നുണ്ട്. ആശുപത്രിയിൽ നിന്ന് അവർക്ക് അസുഖങ്ങൾ മാറിക്കഴിയുമ്പോൾ അവർക്ക് ഒരു പർട്ടിക്കുലർ ആയിട്ട് താമസിക്കാനുള്ള ഒരു സ്ഥലം നമ്മൾ നൽകേണ്ടതായിട്ടുണ്ട്. ഇതെല്ലാം ഫസ്റ്റ് ഇതൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് കൃത്യമായിട്ട് ലഭിച്ചില്ല എങ്കിൽ അവർ ആദ്യമായിട്ട് പരാതി പറയാൻ പോകുന്നത് ആരോടായിരിക്കും എന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരു പഞ്ചായത്ത് മെമ്പറിനോടോ പഞ്ചായത്ത് പ്രസിഡന്റിനോടോ നേരിട്ട് ചെന്ന് നമുക്ക് എപ്പോഴും മനസ്സ് തുറന്ന് എനിക്ക് എൻ്റെ വീട്ടിൽ ഇങ്ങനെ ബുദ്ധിമുട്ടുകളുണ്ട്, ഇതിൽ നിന്ന് സർക്കാരിൽ നിന്ന് സഹായങ്ങൾ. സർക്കാർ എന്ന് പറഞ്ഞൊരു സംവിധാനം നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നിടത്തോളം കാലം നമ്മുടെ എല്ലാവരുടെയും ഒരു പ്രതീക്ഷ സർക്കാർ തന്നെയാണ്. അപ്പോ നമുക്ക് സർക്കാരിലേക്ക് എന്ത് 1 രൂപയായിക്കോട്ടെ, 2 രൂപയായിക്കോട്ടെ, 3 രൂപ ആയിക്കോട്ടെ, അത് BJP-യുടെ സർക്കാരെന്നോ കേരളത്തിന്റെ സർക്കാരെന്നോ കോൺഗ്രസിന്റെ സർക്കാരെന്നോ ഒന്നും നിങ്ങൾ കാണേണ്ടതായിട്ടില്ല. സർക്കാർ സംവിധാനങ്ങളിലാണ്. ഇപ്പോ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ഈ ക്യാമ്പുകളിൽ ഭക്ഷണം തീർന്നുപോയി. ആ ഭക്ഷണം കുറെ സുമനസ്സുകൾ നമുക്ക് ഒരു ദിവസം കൊണ്ടുപോയി കൊടുത്തു, 2 ദിവസം കൊണ്ടുപോയി കൊടുത്തു, 3 ദിവസം കൊണ്ടുപോയി കൊടുത്തു, 4 ദിവസം കൊണ്ടുപോയി കൊടുത്തു. ഈ 5ാമത്തെ ദിവസം നേരിട്ട് നൽകാനായിട്ട് ആരും വന്നില്ലെങ്കിൽ അവരാരോടായിരിക്കും പരാതി പറയുക? അല്ലെങ്കിൽ അവരാരോടായിരിക്കും ചോദിക്കുക? സർക്കാർ സംവിധാനങ്ങളോടായിരിക്കും ചോദിക്കുക. അപ്പോൾ ആ സർക്കാർ സംവിധാനം അല്ലെങ്കിൽ ഗവൺമെന്റ് സംവിധാനത്തിലുള്ള ആ ഒരു സിസ്റ്റത്തിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു പൗരൻ എന്നുള്ള രീതിയിൽ എൻ്റെ പേഴ്സണൽ അഭിപ്രായം. നമ്മൾ നൽകുന്ന ടാക്സ്, നമ്മൾ നൽകുന്ന സഹായങ്ങൾ, ഇതെല്ലാം സർക്കാർ സംവിധാനത്തിലേക്ക് ചെന്ന് ഒരു കോമൺ പബ്ലിക് പ്രോപ്പർട്ടിയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അത് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. ആ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാനുള്ള അവകാശം, റൈറ്റ്സ്, ഹ്യൂമൻ റൈറ്റ്സ് നമ്മൾ മലയാളികൾക്ക് നമ്മുടെ കേരളത്തില്, നമ്മുടെ ഇന്ത്യയില്, നമ്മുടെ രാജ്യത്ത് എല്ലാ പൗരനും ഉണ്ട്. അപ്പോ എനിക്ക് ഇന്ന് ഭക്ഷണം കിട്ടിയില്ല എന്ന് ഡിമാൻഡ് ചെയ്യാന്ന് ഉദ്ദേശിക്കുന്നത് സർക്കാർ സംവിധാനങ്ങളോട് ഡിമാൻഡ് ചെയ്യാനുള്ള ഒരു പൗരനുള്ള അവകാശം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഗവൺമെന്റ് സംവിധാനങ്ങളെ സപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ് ഒന്നാമത്തെ കൺസേൺ ആയിട്ട് എനിക്ക് പറയാനുള്ളത്. ഒരു കാര്യം ഞാൻ ഓർക്കുകയാണ്, നമ്മളിപ്പോ നാട്ടിലില്ല എന്നുള്ള കാര്യം നമ്മുടെ ചാനൽ കാണുന്നവർക്കും സബ്സ്ക്രൈബ് ചെയ്തവർക്കും എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ യൂറോപ്പിൽ ഞാൻ വന്നതിന് ശേഷം ഞാൻ കണ്ടുവരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെമ്മരിയാടുകൾ കൂട്ടം കൂടി ജീവിക്കുന്ന പോലെയാണ് ഇവിടെയുള്ള വീടുകളെല്ലാം ഇവർ പണിതിരിക്കുന്നത്. ഞാനിപ്പോ കുറ്റകരമായിട്ടോ അല്ലെങ്കിൽ ഒന്നും നമ്മൾ പറയണില്ല. ഞാനൊരു 2 കൊല്ലം മുമ്പ് വരെ എൻ്റെ നാട്ടിൽ തന്നെ ജീവിക്കുമ്പോൾ ഇതുപോലെ തന്നെയായിരുന്നു. നമുക്ക് 5 സെന്റ് സ്ഥലം, അതിൻ്റെ അകത്തൊരു വീട്. പക്ഷെ ഈ യൂറോപ്പിൽ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാവാൻ പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീടുകളെല്ലാം ഒരു സ്ഥലത്ത് എന്താ പറയണ, ഒരു റെസിഡൻഷ്യൽ ഏരിയ പോലെ ജനങ്ങൾ താമസിക്കുന്നത് തിങ്ങിപ്പാർക്കുകയാണ്. നമ്മുടെ നാട്ടിലൊക്കെ കോളനികൾ, പണ്ടത്തെ കോളനികൾ എന്ന് പറയുന്ന പോലെ ഇവിടെ കോളനികളായിട്ടാണ് ജനങ്ങൾ താമസിക്കുന്നത്. കൃഷിസ്ഥലങ്ങളെല്ലാം വേറെ ഒരു റിമോട്ടായിട്ടുള്ള സ്ഥലങ്ങളിലായിരിക്കും. റോഡുകളെല്ലാം വേറെ ആയിരിക്കും. നമ്മുടെ കേരളത്തിലെ ഭൂപ്രകൃതി അനുസരിച്ചിട്ട് ഇതെല്ലാം പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് ഇതുവരെ പറ്റിയിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ഇനി പുതിയ പുതിയ നിയമങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ നമുക്കത് അതുപോലെ ആക്കാൻ സാധിക്കും. അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെയുള്ള അപകടങ്ങൾ, കുഞ്ഞു കുഞ്ഞു സ്ലൈഡ്, ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഒരു അപകടം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന മരണനിരക്കുകൾ വളരെയധികം കുറയ്ക്കാൻ സാധിക്കും. കാരണം ഇങ്ങനെയുള്ള റെസിഡൻഷ്യൽ ഏരിയകൾ സെലക്ട് ചെയ്യുന്നത് ഇതുപോലെയുള്ള അത്യാഹിതങ്ങൾ വരില്ല എന്ന് ഉറപ്പുള്ള സ്ഥലങ്ങളിലാണ്. അതുപോലെ തന്നെ കുട്ടനാട് പോലെയുള്ള സ്ഥലങ്ങളിൽ എല്ലാ തവണയും എല്ലാ വർഷവും ഒരു ചെറിയ മഴ പെയ്തു കഴിഞ്ഞാൽ പോലും വെള്ളം കയറുന്നു, വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു. ഓരോ വീടുകളിലും പ്രത്യേകം വെള്ളം കയറുന്നു. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ചെയ്യാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബഹുനില കെട്ടിടങ്ങൾ പണിതതിന് ശേഷം അവരെ പുനരധിവസിപ്പിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ താഴത്തെ ഒരു 2-3 നിലകൾ
വേക്കൻ്റ് ആയിട്ട് ഇടുക, വല്ല സ്റ്റോറേജ് സ്ഥലങ്ങളായിട്ട് ഉപയോഗിക്കുക. അവിടെ എന്തായാലും വെള്ളം കയറും. ആ വെള്ളം കയറുന്ന ഭാഗത്ത് നമ്മൾ വെള്ളമില്ലാത്ത സമയങ്ങളിൽ മാത്രം എന്തെങ്കിലും കാര്യത്തിന് പർപ്പസ് ആയിട്ട് ഉപയോഗിക്കുക, അങ്ങനെയൊക്കെയുള്ള. അതുപോലെ ഇപ്പോൾ ഈ ലാൻഡ് സ്ലൈഡ് വരുന്ന ഭാഗങ്ങളിൽ പുഴകളോട് ചേർന്ന് ഒരു 1/2 കിലോമീറ്റർ ദൂരത്ത് മാത്രമേ മനുഷ്യനിർമ്മിതികൾ അനുവദിക്കൂ എന്നുള്ള നിയമങ്ങൾ. അപ്പോൾ പലർക്കും സംശയങ്ങൾ ചോദിക്കാനുണ്ടാവും. അങ്ങനെ അത്രയധികം, നമ്മൾ കുഞ്ഞു സ്ഥലമാണ്, കേരളമാണ്, കുഞ്ഞു സ്ഥലത്ത് ഇത്രയധികം 3.5 കോടി ജനങ്ങൾ താമസിക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഇപ്പൊ ഞാൻ വന്ന് നിൽക്കുന്ന യൂറോപ്പില്, UK-യിൽ 7.5 കോടി ജനങ്ങളുണ്ട്. ഇതുപോലെ തന്നെ ഇത്രയധികം നമ്മുടെ കേരളത്തിന്റെ അത്ര തന്നെ ഒരു ചെറിയ സ്ഥലങ്ങളാണ് യൂറോപ്പ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇവിടെ എല്ലാം ഓരോ കുഞ്ഞു കുഞ്ഞു രാജ്യങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തേക്കാണ്. ഇംഗ്ലണ്ട് ഒരു രാജ്യമാണ്, വെയിൽസ് ഒരു രാജ്യമാണ്, സ്കോട്ട്ലാൻഡ് ഒരു രാജ്യമാണ്. അപ്പോൾ ഈ സ്കോട്ട്ലൻഡിലെ ഭൂപ്രകൃതി അനുസരിച്ച്, ആ ഭാഗത്തെ ഭൂപ്രകൃതി അനുസരിച്ചിട്ടാണ് അവിടുത്തെ നിർമ്മിതികളെല്ലാം നടത്തുന്നത്. വാർക്ക വീട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് സുരക്ഷിതമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാകൂ എന്നുള്ളൊരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ വന്നതിന് ശേഷമാണ് ഇത്രയധികം നമ്മുടെ നാട്ടിൽ കൺസ്ട്രക്ഷൻ വർക്കുകൾ കൂടിയത്. പണ്ട് ഓടിട്ട വീടായിരുന്നു, ഓടിട്ട വീടിന് ആയുസ് കുറവായിരുന്നു. അപ്പോൾ ഓട് പൊട്ടിപ്പോവും, അത് റീപ്ലേസ് ചെയ്യണം, മെയിൻ്റെനൻസ് ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലെ കുറിച്ച് ചിന്തിച്ച് നമ്മൾ വലിയ വലിയ കോൺക്രീറ്റ് മാളികളിലേക്ക് മാത്രം മാറി. ഞാനും കോൺക്രീറ്റ് വീടിന്റെ അകത്താണ് താമസിക്കുന്നത് നാട്ടില്. പക്ഷെ ഇവിടെ യൂറോപ്പിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ താമസിക്കുന്ന വീടുകൾ എല്ലാം റൂഫ് മരത്തിന്റെ പലകകൾ വെച്ചിട്ടുള്ള റൂഫുകളാണ്. അതിന്റെ മുകളിൽ ടൈല് നമ്മുടെ നാട്ടിലത്തെ പണ്ടത്തെ ടൈപ്പ് ഓട് വെച്ചിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. ആ ഫോൾസ് സീലിംഗ്, ആ റൂഫിന്റെ താഴെ ഭാഗത്ത് അവർ സീലിംഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഭൂമിയിലേക്ക് ഇരിക്കുന്ന വെയിറ്റ് വളരെ കുറവാണ്. ഒരു വീട് എന്ന് പറയുമ്പോൾ ആ വീടിന് വരുന്ന വെയിറ്റ് നമ്മുടെ നാട്ടിൽ ഇപ്പൊ കോൺക്രീറ്റ് 4 ഇഞ്ച് കോൺക്രീറ്റിന്റെ ഒരു വെയിറ്റ് അല്ല ഇവിടുത്തെ ഒരു വീടിന് വരുന്നുള്ളൂ. വെറും പൊങ്ങുതടി പോലത്തെ തടികൾ വെച്ചിട്ടാണ് ഇവിടെ വീടുകൾ ചെയ്തിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ അതുപോലെയുള്ള കൺസ്ട്രക്ഷൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റും. നമ്മളിപ്പോൾ ഡ്രസ് വർക്ക് ചെയ്യുന്നുണ്ട്, ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സീലിംഗ് വർക്കുകൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു എന്താ വെച്ചാൽ, നമ്മുടെ നിർമ്മിതികളിലെ വ്യത്യാസങ്ങൾ വരുത്തി ഇനിയെങ്കിലും നമ്മൾ നമ്മുടെ ഭാവിയെ നമ്മൾ സുരക്ഷിതമാക്കണം എന്നാണ് എനിക്ക് പറയാം. യൂറോപ്പിലെ കൃഷി സ്ഥലങ്ങൾ വേറെയാണ്, താമസിക്കുന്ന സ്ഥലങ്ങൾ വേറെയാണ്, അതുപോലെ തന്നെ കുന്നുകൾ വേറെ സ്ഥലത്താണ്, മലകൾ വേറെ സ്ഥലത്താണ്. അപ്പൊ അങ്ങനെ എല്ലാത്തിനും ഓരോ സ്ഥലത്തിനും അതിൻ്റെതായിട്ടുള്ള ആവാസ വ്യവസ്ഥ അവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് കൃഷി സ്ഥലങ്ങളും വേണം, മനുഷ്യന് ജീവിക്കാനുള്ള സ്ഥലങ്ങളും വേണം. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളെയൊക്കെ സെഗ്രിഗേറ്റ് ചെയ്ത് ഇപ്പൊ ഏകദേശം നമുക്ക് വയനാട്ടിലെ ഒരു 500ഓളം വീടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ ഒരു ചാലക്കുടിയിൽ അങ്കമാലിലുള്ള ഒരു സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ഞങ്ങളൊരു 10 വീട് പണിത് കൊടുക്കും. വേറെ ഒരു പാർട്ടി പറഞ്ഞു ഞങ്ങളൊരു 5 വീട് പണിത് കൊടുക്കും. വേറെ ഒരു പാർട്ടി പറഞ്ഞു ഞങ്ങൾ 100 വീട് പണിത് കൊടുക്കും. ഇങ്ങനെ പലരും പല രീതിയിൽ ചെയ്യുമ്പോൾ ഇത് ആരിലേക്കൊക്കെയാണ് നേരിട്ട് എത്തുന്നതെന്ന് ആർക്കൊക്കെയാണ് അറിയാവുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കിടെ സർക്കാർ സംവിധാനങ്ങളിൽ ഇങ്ങനെയുള്ള ഒരു കലാമിറ്റി ഒക്കെ വന്നു കഴിഞ്ഞാൽ അവരെ പുനരധിവസിപ്പിക്കാനതിന് കൃത്യമായിട്ടുള്ള ഒരു സിസ്റ്റം ഡിസൈൻ ചെയ്യുകയും അതനുസരിച്ചിട്ട് ഇനി എങ്കിലും നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ഏരിയകളിൽ ഒരു പുഴയുണ്ട്, ആ പുഴയോട് ലാൻഡ് സ്ലൈഡിങ് ഉണ്ടാവുമെന്നും പുഴയൊക്കെ ഗതി മാറി ഓടുമെന്നും ഇനി ഭാവിയിൽ വരുമെന്നും നമ്മൾ മുൻകൂട്ടി കൊണ്ട് തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മോഡിഫിക്കേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ സിസ്റ്റം തെറ്റാണ് എന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ആ സിസ്റ്റത്തിനെ നമ്മൾ പറഞ്ഞു നമുക്ക് ഇവരെ പുനരധിവസിപ്പിക്കുന്ന സമയത്ത് നമുക്ക് ഓരോരുത്തർക്കും ഒരു 5 സെന്റ് സ്ഥലങ്ങൾ വീതം നൽകി അവർക്ക് സ്വന്തമായിട്ട് ഇത് അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യം പറ്റില്ല എങ്കിൽ നമുക്ക് ഒരു പബ്ലിക് ആയിട്ടുള്ള ഒരു കോമൺ സ്ഥലങ്ങൾ കണ്ടെത്തി ആ സ്ഥലത്ത് നമുക്ക് ഫ്ലാറ്റുകൾ പണിത്, ഫ്ലാറ്റ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ 20-30 നിലകളുള്ള ഫ്ലാറ്റുകളെ കുറിച്ചിട്ടല്ല. വയനാട് പോലെയുള്ള സ്ഥലങ്ങളിൽ അങ്ങനെയുള്ള വലിയ വലിയ കെട്ടിടങ്ങളൊന്നും നമുക്ക് നിർമ്മിക്കാൻ സാധിക്കില്ല. അപ്പോൾ 3 നിലയെങ്കിലും അറ്റ്ലീസ്റ്റ് ഉള്ള സ്ഥലങ്ങൾ, പരന്ന സ്ഥലങ്ങളില്, അതുപോലെ തന്നെ പുഴകളോട് ചേരാത്ത സ്ഥലങ്ങളില് 3 നിലകളെങ്കിലും ഉള്ള ഫ്ലാറ്റുകൾ പണിത്, സിംഗിൾ ഫ്ലാറ്റുകള്, ഡബിൾ ഫ്ലാറ്റുകള്, 3 ബെഡ്റൂം ഫ്ലാറ്റുകൾ, അങ്ങനെയുള്ള 3 കാറ്റഗറി പണിത് ഒരു കുടുംബത്തിലെ ഭാര്യയും ഭർത്താവും മാത്രം ഉള്ളൂ, അവർക്ക് മക്കളില്ല, അല്ലെങ്കിൽ മക്കൾ കല്യാണം കഴിച്ച് വേറെ കുടുംബത്തിൽ പോയി, അങ്ങനെയാണെങ്കിൽ അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു സിംഗിൾ ബെഡ്റൂം ഫ്ലാറ്റ് മതി. സിംഗിൾ ബെഡ്റൂം ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മുറിയും ഒരു ഹോളും അടുക്കളയും ബാത്റൂമുകളും ഉൾപ്പെടുന്ന ഒരു സംവിധാനം, അവർക്ക് അത് മതി. അങ്ങനെയുള്ള ഒരു പാറ്റേൺ നിശ്ചയിക്കുകയും
3 കൊച്ചുങ്ങളുള്ള വീടാണെങ്കിൽ അവർക്ക് 3 ബെഡ്റൂം ഫ്ലാറ്റ് കൊടുക്കുകയും അങ്ങനെ ഒരു ശരിക്കും ആളുകളുടെ എണ്ണത്തിനനുസരിച്ച് വീട്, അല്ലാതെ കോമൺ ആയിട്ട് ഒരു 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 കുറെ ഒരേ ടൈപ്പ് ടിപ്പിക്കലായിട്ടുള്ള ഒരു വീട് പണിത് എല്ലാവർക്കും അതുപോലെ, ഇപ്പൊ 3 കുട്ടികളുള്ളവർക്കും 1 കുട്ടികൾ പോലും ഇല്ലാത്തവർക്കും ഒരേ ടൈപ്പിന് 3 ബെഡ്റൂം വീട് പണിത് നൽകാതെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു അപ്രോച്ചും അതിനെ സയന്റിഫിക് ആയിട്ട് മോഡിഫൈയും ചെയ്ത് നൽകുകയാണെങ്കിൽ വളരെയധികം അഡ്വാൻറ്റേജ് ആയിരിക്കും. അതുപോലെ തന്നെ ഓരോ വ്യക്തികള് ഇപ്പോ എന്ന് പറഞ്ഞു 100 വീട് പണിത് കൊടുക്കാനുള്ള സ്ഥലം നൽകുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഈ 100 വീട് പണിയണത് സർക്കാർ വെച്ചിരിക്കുന്ന ഒരു മാനദണ്ഡങ്ങളിൽ മാത്രമാണെങ്കിൽ എല്ലാവർക്കും ഒരു യുണീക്ക് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാം. തവണയും ഇപ്പൊ 2018 വെള്ളം പൊങ്ങി, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അതിനുശേഷം നമുക്കിങ്ങനെ ഒന്നിന്റെ പുറകെ ഒന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. കഷ്ടപ്പാടുകളും ദുരിതങ്ങളും എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ചെറുപ്പത്തിൽ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടായിരുന്നു. നമ്മുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഉള്ള കഷ്ടപ്പാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ മക്കൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് 3 നേരത്തെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ടെൻഷനായിരുന്നു നമ്മുടെ തലമുറയില്. അവരുടെ തലമുറയില് മീൻസ് നമ്മുടെ ഡാഡിയുടെ ഒക്കെ തലമുറയില് ഒരു നേരത്തെ വസ്ത്രം, ഒരു നേരത്തെ ഭക്ഷണവും 1 ജോഡി ഡ്രസ്സ് അതെങ്കിലും കിട്ടിയാൽ മതി എന്നുള്ള രീതിയിലായിരുന്നു അന്നത്തെ കഷ്ടപ്പാട്. അപ്പൊ കഷ്ടപ്പാടുകളും ദുരന്തങ്ങളും എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്, അത് ഇനിയും ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിനെ നമ്മൾ സർവൈവ് ചെയ്യാനുള്ള വഴികൾ കണ്ടുപിടിക്കുക, അതനുസരിച്ച് നമ്മൾ നിയമനിർമ്മാണങ്ങൾ നടത്തുക എന്നുള്ളത് മാത്രമാണ് പോംവഴി. പുഴകളിൽ നിന്നുള്ള മണൽ വാരിക്കഴിഞ്ഞാൽ നമുക്ക് കുടിവെള്ള സ്രോതസ് തകർന്നു പോകും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വാദം ഉന്നയിച്ചിട്ടാണ് ഒരു കാലഘട്ടത്തില് നമുക്കിടെ പുഴയിൽ നിന്ന് മണൽ വാരൽ നിർത്തിയത്. പിന്നെ അതിനുള്ള ശാസ്ത്രീയപരമായിട്ടുള്ള കുറെ ബുദ്ധിമുട്ടുകൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിലും പറയുന്നുണ്ട്. എന്ന് ഈ പുഴയിൽ നിന്ന് മണൽ വാരൽ നിർത്തിയോ, ഈ ഇരിക്കുന്ന കരിങ്കല്ല് പൊട്ടിച്ച് അതിനെ മണലാക്കി ആ മണൽ ഉപയോഗിച്ച് വീട് പണി നമ്മുടെ നാടുകളിൽ സ്റ്റാർട്ട് ചെയ്തോ, ഒരു പരിധി വരെ അന്ന് മുതലാണ് നമുക്ക് ഇത്രയധികം ദുരന്തങ്ങൾ വരാൻ തുടങ്ങിയത്. പല വീടുകളിലും വെള്ളം കയറാൻ തുടങ്ങിയത് അതിനുശേഷമാണെന്ന് പറയാതിരിക്കാൻ വയ്യ. അതിൽ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒന്നുമില്ല. പക്ഷേ സത്യം അതല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. വാരല് വീണ്ടും തുടങ്ങണം. മണൽ വാരിയിട്ട് ആ കിട്ടുന്ന പൈസ നമ്മൾ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് പുനരധിവാസത്തിന് ഉപയോഗിക്കണം. മണൽ വാരി നമ്മൾ വീടുകൾ പണിയെടുക്കണം. 2005 എൻ്റെ നാട്ടിലെ വീട് പണിതത് പുഴയിൽ നിന്ന് മണൽ വാരിയിട്ടാണ്. അന്ന് വീട് പണിത വീടിന് ഇന്നും ഒരു ചോർച്ചയോ ഒന്നുമില്ല. 2018 കോഴിക്കോട് ഞങ്ങൾ ഈ പാറപ്പൊടി പൊടിച്ചിട്ട് കിട്ടിയ മണൽ ഉപയോഗിച്ച് വീട് പണിതിട്ട് അതിന്റെ സൈഡിലൊക്കെ ഇപ്പോഴും വെള്ളം ചോരുന്നുണ്ട്. വെറും 6 വർഷമേ ആയിട്ടുള്ളൂ. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മെറ്റീരിയൽ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഈ പാറ പൊട്ടിച്ചിട്ട് കിട്ടുന്ന സാധനത്തിന് ക്വാളിറ്റി ഇല്ല എന്ന് തന്നെയാണ്. അപ്പോൾ ഇനിയെങ്കിലും നമ്മളെ ചേഞ്ചസ് വരുത്തണം. മലയാളി മനസ്സിൽ തലച്ചോറുള്ളവരാണ് മലയാളീസ് എന്നാണ് പറയണത്. മറ്റുള്ളവർക്ക് തലച്ചോറില്ല എന്നല്ല, നമ്മൾ ഉൾക്കൊള്ളാനുള്ള ചേഞ്ചസ് ഉൾക്കൊള്ളാനുള്ള ഒരു മൈൻഡ് സെറ്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കും. മണൽ വാരിയാൽ മാത്രം പോരാ, പുഴകളിലൂടെയുള്ള വെള്ളത്തിന്റെ സുഗമമായിട്ടുള്ള ഒഴുക്ക്. ഇപ്പൊ ഈ ലാൻഡ് സ്ലൈഡിനെ റിലേറ്റഡ് ചെയ്തിട്ടല്ല പറയുന്നത്, നമ്മുടെ നാട്ടിൽ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, ഇപ്പൊ കോഴിക്കോട് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം കയറുന്ന സ്ഥലങ്ങളാണ്. എൻ്റെ വീടിരിക്കുന്ന പറമ്പിൽ വെള്ളം കയറില്ല എങ്കിലും ആ വീട്ടിൽ നിന്ന് ഇറങ്ങി താഴേക്ക് വരുമ്പോൾ നമുക്ക് വണ്ടി കൊണ്ട് പോകാൻ കഴിയില്ല, കാരണം റോട്ടിൽ വെള്ളമാണ്. അപ്പോൾ ഈ റോട്ടിൽ വെള്ളം വരാൻ കാരണം എന്താ? കാനകളും ഓടകളും അടഞ്ഞു പോവുകയാണ്. ഇപ്പൊ തിരുവനന്തപുരത്ത് കഴിഞ്ഞ തവണ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഒരു അപകടം ഉണ്ടായി. ആ ഒരു ഓട അടഞ്ഞ് ഫില്ലായി പോയിരുന്നത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ടാണ്. അപ്പൊ നമ്മുടെ മാലിന്യ നിർമ്മാർജ്ജന രീതിയിൽ മലയാളികൾ ഇന്ന് ഏതോ സ്ഥലത്താണ് നിൽക്കുന്നത് കേട്ടോ. ലോകമെമ്പാടും വളർന്നു വളരെ അധികം മുമ്പോട്ട് പോയി. പക്ഷെ നമ്മൾ ഇപ്പോഴും ഏതോ ഒരു പുരാതന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മാലിന്യം വലിച്ചെറിയുക, പ്ലാസ്റ്റിക് കുപ്പികൾ കൊണ്ടുവന്ന് പൈപ്പുകൾ ലൈനിൽ. ഇപ്പൊ ഞാൻ 2011 ഞാൻ നാട്ടില് തിരിച്ച് ഗൾഫ് മേഖല വിട്ടിട്ട് തിരിച്ച് നാട്ടിൽ വന്ന് കോഴിക്കോട് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ പുറകിൽ ഒരു ഓട ഉണ്ടായിരുന്നു. അപ്പൊ ഒരു വലിയ വെള്ളപ്പൊക്കം മഴ പെയ്തോടുകൂടി ഈ ഓടയിൽ പൈപ്പ് മാർക്കറ്റിൽ നിന്നുള്ള, കോഴിക്കോട് കണ്ണൂർ റോഡിലുള്ള മാർക്കറ്റിൽ നിന്നുള്ള പൈപ്പ് കുപ്പികളും പാട്ടകളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വന്നിട്ട് ഇവിടെ അങ്ങ് അടഞ്ഞിട്ട് വെള്ളം പുറത്തേക്ക് റോഡിലേക്ക് അങ്ങ് ജമ്പ് ചെയ്യാൻ തുടങ്ങി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയധികം മാലിന്യങ്ങൾ, നമുക്ക് ഓടകളും കാര്യങ്ങളൊക്കെ ഉള്ളതിൻ്റെ അകത്ത് മാലിന്യങ്ങൾ പോയി അടഞ്ഞ് വെള്ളം ഒഴുകാനുള്ള സുഗമമായിട്ടുള്ള
പാത്തില്ലാതെ വരികയാണ്. അപ്പൊ ഞാൻ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മാലിന്യങ്ങൾ നമ്മൾ പറയും മാലിന്യങ്ങൾ നിക്ഷേപിക്കരുത്, മാലിന്യങ്ങൾ വലിച്ചെറിയരുത് എന്ന് പറയും. ഈ മാലിന്യങ്ങൾ എവിടേക്കാണ്? ഇപ്പൊ ഒരു കൊക്കക്കോള മേടിച്ച് കുടിച്ചു, ആ കുപ്പി എവിടെ കളയും? അത് കളയാനായിട്ടുള്ള വേസ്റ്റ് ബിന്നുകൾ നമ്മൾ വെച്ചു കൊടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പടി. ഇപ്പോ കഴിഞ്ഞ ഒരു ഏകദേശം ഒരു 6-7 മാസം മുമ്പ് തിരുവമ്പാടി MLA ലിൻഡോ എന്ന് പറഞ്ഞിട്ട് MLA താമരശ്ശേരി ചുരത്തിൽ നിന്ന് 3.5 ടണ്ണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ NSSന്റെ വോളണ്ടിയേഴ്സും അങ്ങനെയുള്ള വോളണ്ടിയേഴ്സിനെ ഒക്കെ കൂട്ടിപ്പറക്കി 3.5 ടണ്ണ് മാലിന്യങ്ങൾ അവിടെ നിന്ന് കളക്ട് ചെയ്തു എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ താമരശ്ശേരി ചുരത്തില് താഴെ അറ്റത്തുനിന്ന് മുതൽ മുകളിലെ അറ്റം വരെ പോകുമ്പോൾ പല വാഹനങ്ങളും നമുക്ക് ചുരത്തിൽ വണ്ടി നിർത്തി വ്യൂ കാണാനായിട്ടൊക്കെ നമ്മുടെ നിയമങ്ങൾ അനുവദിക്കുന്നുണ്ട്. ഇവിടെ യൂറോപ്പിലൊന്നും നമുക്ക് അങ്ങനെ സാധിക്കില്ല. അപ്പൊ നമ്മൾ ഈ വാഹനങ്ങളിൽ വണ്ടി നിർത്തി ഭക്ഷണം കഴിക്കുന്നു, അല്ലെങ്കിൽ വെള്ളം കുടിക്കുന്നു, എന്നിട്ട് ആ കുപ്പി നമ്മൾ ഈ വനത്തിലേക്കാണ് എറിയുന്നത്. ആ വനത്തിലേക്ക് എറിയുന്നതിന് പകരം താമരശ്ശേരി ചുരം മുതൽ താഴത്തെ അറ്റം മുതൽ മുകളിലത്തെ അറ്റം വരെ ഏറ്റവും കുറഞ്ഞ ഒരു 100 ബിൻ ബാഗുകൾ വെക്കുകയാണെങ്കിൽ, വേസ്റ്റ് ഇടാനുള്ള ബിന്നുകൾ വെക്കുകയാണെങ്കിൽ, എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ആ ബിന്നുകൾ കളക്ട് ചെയ്ത് പുതുതായിട്ട് വെക്കുകയാണെങ്കിൽ അത്രയധികം തൊഴിലവസരങ്ങളും ഉണ്ടാവും, അത്രയധികം മാലിന്യങ്ങൾ വിറ്റ് പ്ലാസ്റ്റിക് ഒക്കെ കുപ്പി വിറ്റ് കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് പൈസ വരെ കിട്ടും. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ മാലിന്യ സംസ്കരണം ഇങ്ങനെയുള്ള അപകടങ്ങളുടെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ബാധിക്കുന്ന ഒരു വലിയ വിപത്ത് തന്നെയാണ്. അതിനെ നമ്മൾ മാറ്റേണ്ടതായിട്ടുണ്ട്. ഇവിടെ നമുക്ക് യൂറോപ്പില് 50 മീറ്റർ ഇടവിട്ട് നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും വേസ്റ്റ് ബിന്നുകൾ കാണാൻ പറ്റും. റെസിഡൻഷ്യൽ ഏരിയ ആണെങ്കിൽ എല്ലാ വീട്ടിലും 3 ബിന്നുകൾ വീതമുണ്ട്. ഇനി റോഡിൽ നമ്മൾ നടക്കാൻ പോകുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ പോകുന്ന വഴിയിൽ നമ്മളൊരു പഴം കഴിച്ച് തീർന്ന് ആ പഴത്തിന്റെ തൊലി തറയിലേക്ക് ഇടുന്ന ആ ഒരു സമയം വരുമ്പോഴേക്കും നമുക്ക് വേസ്റ്റ് ബിൻ ഇടാനുള്ള ഒരു ബിന്ന് അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം അത് കളക്ട് ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇതെല്ലാം നമ്മുടെ നാട്ടിൽ ചെയ്യാൻ സാധിക്കുമോ? നമുക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകളാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ചെയ്യാൻ സാധിക്കും. നമുക്ക് ആർജവമായിട്ടുള്ള ഒരു നേതൃത്വ പാഠവും അതുപോലെ തന്നെ അത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള മനസ്സും മലയാളി മാറിയാൽ മാത്രം. ഇനി പലവിധ സംഘടനകളെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഈ സംഘടനകൾക്ക് സപ്പോർട്ട് ചെയ്ത് അവിടേക്ക് എത്തിക്കണോ അതോ നേരിട്ട് എത്തിക്കണോ? അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ, അമ്പല പാർട്ടികൾ, പള്ളി പാർട്ടികൾ, മാസ്ക് പാർട്ടികൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ കുറേ ധ്യാന കേന്ദ്രങ്ങൾ, അവർക്കൊക്കെ കൊടുത്തിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഒരു 10,000 രൂപ നാട്ടിലേക്ക് ഈ വയനാട്ടിലെ സഹായത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു 10,000 രൂപ അയച്ചു കൊടുക്കുകയാണ്. ഇവിടെ കഷ്ടപ്പെട്ട് പണതുണ്ടാക്കുന്ന പൈസ ആയിരിക്കും. ഈ പൈസ നമ്മളൊരു ഒരു നമുക്ക് വിശ്വാസം എന്ന് തോന്നുന്ന ഒരു സംവിധാനത്തിന് ഏൽപ്പിക്കുകയാണ്. ഈ സംവിധാനത്തിലുള്ളവർ നടന്ന് അവിടെ ചെല്ലൂല്ലല്ലോ, വാഹനം ആയിട്ടല്ലേ അവിടെ പോവുള്ളൂ. ആ വാഹനത്തിന് അടിക്കാനുള്ള പെട്രോള്, ഇന്ധനം, പിന്നെ അദ്ദേഹത്തിന്റെ ജോലി കളഞ്ഞിട്ടായിരിക്കുമല്ലോ ഈ സഹായങ്ങൾ കൊടുക്കാൻ വേണ്ടി പോണത്. അപ്പോൾ അവർക്കുള്ള കൂലി, അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്നവർക്കുള്ള കൂലി, അങ്ങനെ ചിലവുകൾ പല രീതിയിൽ ഡിവൈഡ് ചെയ്ത് പോകും. കണക്കൊക്കെ കൃത്യമായിരിക്കും. ഞങ്ങൾ വയനാട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇതെല്ലാം ഉത്തരവാദിത്തപ്പെട്ട ഒരു അക്കൗണ്ടിലേക്ക് നമ്മൾ നൽകുകയാണെങ്കിൽ, ഒരു പാരസെറ്റാമോൾ ഗുളികയാണെങ്കിൽ നമുക്ക് ഫ്രീ തരുന്നത് ആരാണ്? നമ്മുടെ ഗവൺമെൻറ് സംവിധാനങ്ങളാണ്. അത് ആര് ഭരിക്കുന്നു എന്നുള്ളതിൽ ഒരു ഇതും നിങ്ങൾ വിചാരിക്കേണ്ട. രാഷ്ട്രീയം മറന്നു വയ്ക്കുക. നമുക്ക് നമ്മുടെ സപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മുടെ സിസ്റ്റത്തിനെയാണ്. ആ സിസ്റ്റം എത്രത്തോളം സ്ട്രോങ് ആവുന്നോ ആ സിസ്റ്റത്തിലോട്ടാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ ഞാനിത് പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ആരും എന്നെ CMD RFലേക്ക് ഇത് കൊടുക്കണം അല്ലെങ്കിൽ അങ്ങനെ ഒന്നും നിങ്ങൾ കരുതേണ്ട ആവശ്യമില്ല. ഞാൻ ഇതും കൂടി ഒന്ന് ആഡ് ഓൺ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല തുള്ളി പെരുവെള്ളം. വയനാട് ദുരന്തത്തിന് ഇപ്പൊ ഇത്രയും ദിവസം കഴിഞ്ഞു. എത്ര പേര് നമുക്ക് ലാൻഡ് സ്ലൈഡിൽ പെട്ടിട്ടുണ്ട്, എത്ര കുടുംബങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ആക്യുറേറ്റ് ആയിട്ട് നമ്മുടെ പഞ്ചായത്ത് സംവിധാനങ്ങളിൽ ഇതെല്ലാം അക്കൗണ്ടബിൾ ആണ്. എത്ര പേരുണ്ട് തിരിച്ചു കിട്ടാത്തവര് എന്നൊക്കെ. അപ്പൊ നമുക്കുടെ ആ ഒരു റെസിഡൻഷ്യൽ ഏരിയയില് എത്ര വീടുകൾ ഉണ്ടായിരുന്നു, എത്ര വീടുകൾ പോയിട്ടുണ്ട്, ഒരു വീട്ടിൽ ഇത്രയധികം മെമ്പേഴ്സ് ഉണ്ട്, ഇനി ഏതെങ്കിലും ഗസ്റ്റ് ആ വീടുകളിൽ ഉണ്ടോ, അല്ലെങ്കിൽ ആ വീടുകളിലുള്ള കുട്ടികൾ എവിടെയെങ്കിലും പുറത്ത് പഠിക്കാൻ പോയിട്ടുണ്ടോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും നമ്മൾ വളരെയധികം പുറകിലാണ്. നമ്മൾ അക്കൗണ്ടബിലിറ്റിയുടെ കാര്യത്തിൽ നമുക്ക് വളരെയധികം വീക്കാണ്. കാരണം നമുക്കിപ്പോ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ ഈ കാണുന്ന റെസിഡൻഷ്യൽ ഏരിയയിൽ ഇത്രയധികം വീടുകളുണ്ട്, ഈ വീടുകളിൽ ഇന്ന ആളുകളാണ് താമസിക്കുന്നത് എന്ന് ഡിജിറ്റലായിട്ടുള്ള രേഖ ഈ രാജ്യങ്ങളിലുണ്ട്. ഇതേ ടെക്നോളജിയൊക്കെ തന്നെയാണ് നമ്മുടെ ലോകത്ത് എല്ലായിടത്തും ഉള്ളത്. അത് കൂടുതൽ ടെക്നോളജി ഒന്നും ഇല്ല. ഇപ്പൊ നമ്മളിവിടെ വന്ന് ഓരോന്ന് കാണുമ്പോഴും നമുക്ക് ഉണ്ട്. പക്ഷെ ഈ ടെക്നോളജിനെ നമ്മൾ ഉപയോഗിക്കുക, നമ്മൾ സിസ്റ്റത്തിനെ അഡോപ്റ്റ് ചെയ്യുക, ഓരോ പുതിയ സംവിധാനങ്ങൾ, ഗവൺമെന്റ് സംവിധാനങ്ങൾ പറയുമ്പോൾ നമ്മൾ അത് ഉൾക്കൊള്ളാനുള്ള മനസ്സുണ്ടാവുക. അങ്ങനെ നമുക്കൊരു എല്ലാം
അടുക്കും ചിട്ടയോട് കൂടിയുമായിട്ട് ഒരു പുതിയ കേരളത്തിനെ നമ്മുടെ ഗവൺമെന്റുകൾ വാർത്തെടുക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇതെല്ലാം എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളാണ്. കൂടി ഓർമ്മിപ്പിക്കാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ പറഞ്ഞല്ലോ, ഇതിനു മുമ്പ് നമുക്ക് നിപ്പ വന്നു, ഓഖി വന്നു, അതുപോലെ തന്നെ പെട്ടമലയില് പുത്തുമലയില് ഇതുണ്ടായി, പിന്നെ പോത്തുകല്ല് മലപ്പുറം ജില്ലയില് ലാൻഡ് സ്ലൈഡിങ് ഉണ്ടായി. അങ്ങനെ ഓരോ നാച്ചുറൽ കലാമിറ്റീസും നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട്. ഇത് നമ്മുടെ ഭൂപ്രകൃതി അങ്ങനെയാണ്. അതിനെ നമുക്ക് ഒരു ഭൂപ്രകൃതിനെ ഒരിക്കലും നമുക്ക് ചേഞ്ചസ് വരുത്താൻ കഴിയില്ല, കാരണം കുന്നും മലകളൊക്കെ ഉള്ളതാണ്. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് അതിനനുസരിച്ച് നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിലേക്ക് മാറുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഓരോ കഷ്ടപ്പാടുകളും സങ്കടങ്ങളും വരുമ്പോൾ നമുക്ക് ആയുസ്സുണ്ട്, നമുക്ക് ആരോഗ്യമുണ്ട്, നമ്മളാലാവുന്ന സഹായം അത് ഉത്തരവാദിത്തപ്പെട്ടവർക്ക് നൽകുക. നേരിട്ട് കൊടുക്കേണ്ടവർക്ക് നേരിട്ട് കൊടുക്കാം, അല്ലാതെയും കൊടുക്കാം. നമ്മളൊരു ഗവൺമെന്റ് ആശുപത്രി ചെല്ലുമ്പോൾ നമുക്ക് ഒരു പനി വരുമ്പോൾ, ഇപ്പൊ ഈ ക്യാമ്പിൽ താമസിക്കുന്നവർക്ക് ഒരു ഭക്ഷണം കിട്ടാതെ വരുമ്പോൾ ആദ്യം നമ്മൾ ചോദിക്കുക, ഗവൺമെന്റ് ഇല്ലേ, സർക്കാരില്ലേ, പഞ്ചായത്ത് പ്രസിഡന്റിനോട് ചോദിക്കുക, അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വാർഡ് മെമ്പർ ചെയ്യട്ടെ. ഇതെല്ലാം ഒരു സംവിധാനത്തിലുള്ള ഓരോ വ്യക്തികളാണ്, എക്സ് ഓർ വൈ. അത് ഏതൊരു വ്യക്തിയാണെങ്കിലും അവിടെ ഒരു സിസ്റ്റമാണ് അവിടെ ഉള്ളത്. അപ്പൊ ആ സിസ്റ്റത്തിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഞാൻ ഇതിനു മുമ്പ് എന്നാൽ കഴിയുന്ന രീതിയിൽ CMDRFിലേക്ക് ചീഫ് മിനിസ്റ്റേഴ്സിന്റെ ഇതിലേക്കാണ് നമ്മൾ സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഭക്ഷണങ്ങളും അങ്ങനെയുള്ള ഫുഡ് ഐറ്റങ്ങളൊക്കെ നമ്മൾ വാങ്ങിക്കൊടുത്തിട്ടുള്ളത് കോഴിക്കോട് ആയിരുന്ന സമയത്ത് കോഴിക്കോട് കളക്ടറുടെ സിവിൽ സ്റ്റേഷനിൽ നമ്മൾ സാധനങ്ങൾ കൊണ്ടുപോയി കൊടുക്കുകയാണ്. അപ്പൊ ഇന്നത്തെ ആവശ്യം ഭക്ഷണവും വസ്ത്രവും നിങ്ങൾ അത് ഭക്ഷണവും വസ്ത്രവും നേരിട്ട് നൽകുക. നാളെ നമുക്ക് വേണ്ടത് വീട് പുനരുദ്ധരിപ്പിക്കാനോ അല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ അവരുടെ ആരോഗ്യ കാര്യങ്ങൾക്കോ വേണ്ടാണെങ്കിൽ അതിന് പണമാണ് ആവശ്യമെങ്കിൽ പണമായിട്ട് തന്നെ നൽകുക. ആ നൽകുന്നത് നേരിട്ട് നൽകാം. അങ്ങനെയുള്ള ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ്റെ ഒന്നും ആവശ്യം നമ്മുടെ കേരളത്തില്ല. ബിക്കോസ് നമ്മളെല്ലാവരും മലയാളികളാണ്. കേരളം വിട്ടുപോയാലും നമുക്ക് നമ്മുടെ നാടിനോടുള്ള ഈ ലോകത്ത് നിങ്ങൾക്ക് വേറെ ഒരു സ്ഥലത്തും ഇത്രയധികം ഒരു ഐക്യം കാണാൻ സാധിക്കില്ല. ബ്രിട്ടീഷുകാരായിക്കോട്ടെ, യൂറോപ്യന്മാരായിക്കോട്ടെ, വേറെ ഏത് ഓസ്ട്രേലിയക്കാരായിക്കോട്ടെ, പ്രിയപ്പെട്ടവരെ, നമുക്ക് മലയാളികൾക്കുള്ള ഒരു ഐക്യം ഈ ലോകത്ത് വേറെ ഒരു സമൂഹത്തിനും ഇല്ല. അത് നമ്മുടെ മാത്രം ഗുണമാണ്, സവിശേഷ ഗുണമാണ്, നമ്മുടെയൊക്കെ ബ്ലഡിലുള്ള ഒരു ഗുണമാണത്. മലയാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രത്യേക വികാരമാണ്. കൈ നിറഞ്ഞ് നമ്മുടെ ചെറുമേലച്ചൻ പറയണ പോലെ മനസ്സ് കൈ നിറഞ്ഞ് പോക്കറ്റിൽ നിന്ന് എടുത്ത് വീശുക, അത് നമുക്ക് 10 മടങ്ങായിട്ട് നമ്മുടെ പോക്കറ്റിലേക്ക് തിരിച്ചു വരും എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് നൽകാനുള്ള സഹായം ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ അത് നൽകണം. അത് നിങ്ങളുടെ എല്ലാവരുടെയും, നമ്മുടെ സഹോദരങ്ങളെ പുതിയൊരു സെറ്റപ്പിലേക്ക് അവരെ മാനസികമായിട്ട് അവർക്ക് ട്രെയിനിങ് കൊടുത്ത് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് അവരെ സപ്പോർട്ട് ചെയ്ത് അവരെ ഉയർത്തിക്കൊണ്ടുവരേണ്ടത് നമ്മുടെ എല്ലാവരുടെയും റെസ്പോൺസിബിലിറ്റിയാണ്. അതുകൊണ്ട് എട്ടണയെങ്കിൽ എട്ടണ കിട്ടണയായി എന്ന് പറയും. അപ്പോൾ ആ എട്ടണയെങ്കിൽ എട്ടണ നമ്മൾ നൽകണം. അതിൻ്റെ അകത്ത് നിങ്ങൾ ഒരു ഉപേക്ഷയും വിചാരിക്കരുത്. ഇച്ചിരി നീട്ടത്തിലുള്ള ഒരു വീഡിയോ ആയി. അപ്പോൾ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കാണാം. അതൊരു എല്ലാവരോടും ബൈ.